നമസ്കാരം, എല്ലാവർക്കും മാക്സിമത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പലതരം സംഖ്യാക്രമങ്ങൾ അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം. 1, 2, 3 എക്സെട്ര. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഏതൊക്കെയാണ് ഇരട്ട സംഖ്യകൾ? 2, 4, 6, 8 എക്സെട്ര. അതുപോലെ ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. അത് ഏതൊക്കെയാണ് വരിക? 1, 3, 5, 7 എക്സെട്ര. ഇതുപോലെ ഏതെങ്കിലും ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഒരു ഓർഡറിലുള്ള കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, നമുക്ക് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് അങ്ങനെ പറയാൻ പറ്റുന്ന കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയാം. അപ്പം നമുക്കറിയാം, നമ്മൾ 8ാം ക്ലാസ്സിൽ ബഹുഭുജങ്ങളുടെ ആന്തരകോണുകളുടെ തുക പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ് എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി. അതുപോലെ ഒരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജത്തിൻ്റെയോ 360 ഡിഗ്രി, 360 ഡിഗ്രി. പിന്നെ പെൻറ്റഗൺ 540 ഡിഗ്രി. അങ്ങനെ ഇത് നീളുന്നു. അപ്പം അതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിനെ നമുക്കൊരു കളക്ഷൻ ഓഫ് നമ്പേഴ്സാണ് അല്ലേ? ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്, അങ്ങനെ ഒരു ക്രമം വരുന്നുണ്ട്. അപ്പം ഇതിനെയാണ് നമ്മൾ സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർമ്മയുള്ള വേറൊരു സംഖ്യാശ്രേണി ഉണ്ട് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം. 1ൻ്റെ വർഗം, 1ൻ്റെ സ്ക്വയർ 1 ആണെന്ന് നമുക്കറിയാം. 2ൻ്റെ സ്ക്വയർ ഇസ് 4, 3യുടെ സ്ക്വയറോ 9, 4ൻ്റെ സ്ക്വയർ 16, അങ്ങനെ നീളുന്നു. അപ്പം ഇതും ഒരു സംഖ്യാശ്രേണി തന്നെയാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1 അവസാനത്തെ ഡിജിറ്റ്, അവസാനത്തെ അക്കം വരുന്ന എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്. 1 എന്ന നമ്പർ അവസാനത്തെ ഡിജിറ്റായിട്ട്, അവസാനത്തെ അക്കമായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകളാണ് 1, 11, 21, 31 എക്സെട്ര. ഇതും ഒരു സംഖ്യാശ്രേണിയാണ്.